ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളാണ് ഹുവാൻ ഫെറാൻഡോ. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു 10ാം സീസണിന്റെ തുടക്കത്തിൽ തന്നെ വളരെ ഫോമോട് കൂടി കളിച്ച മോഹൻ ബഗാൻ അവസാനത്തെ 3 മത്സരങ്ങൾ നിരാശയോടെ പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. പ്രധാനമായും ഈ ഒരു തുടർച്ചയായ 3 പരാജയത്തോടെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഹുവാൻ ഫെറാൻഡോ എന്ന ഈ ഒരു പരിശീലകനെ ക്ലബിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശേഷം ഫെറാൻഡോക്ക് പകരമായിക്കൊണ്ട് അവരുടെ മുൻ പരിശീലകനായ ഹബാസിനെയാണ് മോഹൻ ബഗാൻ ടീമിലേക്ക് എത്തിച്ചത്. ഏതായാലും നിലവിലിപ്പോൾ എല്ലാ ആരാധകരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ് ഫെറാൻഡോ വീണ്ടും ISL ക്ലബിലേക്ക് വരുമോ എന്നതും, വരുകയാണെങ്കിൽ ഏത് ക്ലബിലേക്കാവും എന്നതും. നിലവിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജുവാൻ ഫെറാൻഡോ ISLലെ തന്നെ ഒരു ക്ലബിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുകയാണ് എന്നാണ്. ഫെറാൻഡോ ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ക്ലബ്ബ് ഹൈദരാബാദ് FC ആണെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണിൽ ഇതുവരെ വിജയം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ടീമാണ് ഹൈദരാബാദ് FC. നിലവിൽ പോയിന്റ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ അവസാന സ്ഥാനത്താണ് അവർ നിലകൊള്ളുന്നത്. ഏതായാലും ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. ഇനി അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ സംബന്ധിച്ചുള്ളതാണ്. സന്ദേശ് ജിങ്കൻ എന്ന പേര് ഇന്ത്യയിൽ 4 പേര് അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാന കാരണക്കാർ കേരള ബ്ലാസ്റ്റേഴ്സ് FC തന്നെയാണ്. അതിലാർക്കും യാതൊരു തർക്കവും ഉണ്ടാവില്ല. ടീം വിട്ടുപോയിട്ടും അദ്ദേഹത്തോടെല്ലാവർക്കും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. 2014 ആദ്യ സീസൺ മുതൽ തന്നെ സന്ദേശ് ജിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ 76 മത്സരങ്ങൾക്ക് വേണ്ടി സന്ദേശ് ജിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് അണിഞ്ഞിട്ടുമുണ്ട്. 2022 സീസണിൽ മോഹൻ ബഗാനായി കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. സ്ത്രീകളോടൊപ്പമാണ് ഞങ്ങൾ കളിച്ചത്, സ്ത്രീകളോടൊപ്പം എന്നായിരുന്നു മത്സരശേഷം ജിങ്കൻ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവാദം ശക്തമായതോടെ താരം തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സന്ദേശ് ജിങ്കൻ എന്ന താരത്തെ തുടക്കകാലത്ത് വലിയ പിന്തുണയോടെ വളർത്തിക്കൊണ്ടുവന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തന്നെയാണ് താരം മോശം അഭിപ്രായം പറഞ്ഞത് എന്നത് ആയിരക്കണക്കിന് വരുന്ന ആരാധകരുടെ നെഞ്ചു തകർക്കുന്ന ഒന്നു തന്നെയായിരുന്നു. ഏതായാലും ഈ അടുത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗ് നൽകിയ അഭിമുഖത്തിൽ സന്ദേശ് ജിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജിങ്കന്റെ വാക്കുകൾ ഇപ്രകാരം: കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി എനിക്ക് നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായി ഞാൻ ലൈവ് കളിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾ കണ്ടു. അന്നൊക്കെ ഞാൻ റൈറ്റ് ബാക്കായാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ടീമിലെ ഒരാൾ ഒരു ഗോൾ നേടി. അപ്പോൾ എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു ഭൂകമ്പം അനുഭവപ്പെട്ടു. എന്നെ പോലെയുള്ള ഒരു 21 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിശയകരമായിരുന്നു. ഓരോ തവണയും ഞാൻ കൊച്ചിയിൽ കാലുകുത്തുമ്പോൾ എനിക്ക് ലഭിച്ച സ്നേഹം ഇപ്പോഴും ഓർമ്മ വരും. ഇപ്പോൾ തീർച്ചയായും മാറ്റമുണ്ട്, പക്ഷേ ഇപ്പോഴും എനിക്ക് വ്യക്തിപരമായ നഗരം ഇഷ്ടമാണ്. എൻ്റെ അമ്മ കേരളത്തെ സ്നേഹിക്കുന്നു, പക്ഷേ അവിടെ എന്ത് സംഭവിച്ചാലും അത് എൻ്റെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ വാക്ക് ഞാൻ പറയരുതായിരുന്നു. ഞാൻ എൻ്റെ ആ തെറ്റ് അംഗീകരിക്കുന്നു. കൂടാതെ ഞാൻ ദൈവമല്ലെന്നും മനുഷ്യനാണെന്നും തെറ്റുകൾ വരാമെന്നും അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു. ഏതായാലും ജിങ്കന്റെ ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.